നന്ദി, നന്ദി. രാത്രി പുലരിയിലേക്ക് നടന്നെടുക്കുന്ന യാമത്തിലാണ് ഈ കുറിപ്പ് എഴുതുന്നത്. നാളെ പുലർന്നാൽ എൻ്റെ പിറന്നാളാണ്. ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ കാര്യങ്ങളിലൊന്ന്. ഈ ഭൂമിയിൽ പിറന്ന് വളരാനും ഈ മണ്ണിൽ ചവിട്ടി നടക്കാനും ഇവിടെ വിരിഞ്ഞ പൂക്കളെയും പൂമ്പാറ്റകളെയും കാണാനും കഴിഞ്ഞതിൻ്റെ സന്തോഷം. പുഴയിൽ കുളിക്കാനും ഉദയാസ്തമയങ്ങൾ അനുഭവിക്കാനും ഒരുപാട് നല്ല മനുഷ്യരുമായി ഇടപഴകാനും കലകൾ ആസ്വദിക്കാനും കഴിഞ്ഞതിൻ്റെ ആഹ്ലാദം. ഒപ്പം ദുഃഖവുമുണ്ട്. നാളെ പുലരുമ്പോൾ ഈ സുന്ദരമായ ഭൂമിയിൽ എനിക്ക് അനുവദിച്ചതിൽ 1 വർഷം കൂടി കഴിഞ്ഞിരിക്കുന്നു. ദൂരം കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ഈ പിറന്നാൾ തലേന്ന് എനിക്ക് എന്നിലേക്ക് മാത്രമേ നോക്കാനുള്ളൂ. അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ സന്തോഷത്തെക്കാളും അത്ഭുതത്തെക്കാളുമെല്ലാം എൻ്റെ ഉള്ളിൽ നിറഞ്ഞു കവിയുന്നത് നന്ദിയാണ്. ആരോടൊക്കെയോ ഉള്ള നന്ദി, എന്തിനോടൊക്കെയോ ഉള്ള നന്ദി. പറഞ്ഞാൽ തീരാത്തത്ര, കൊടുത്താൽ തീരാത്തത്ര. കേരളത്തിലെ ഒരു മധ്യവർഗ കുടുംബത്തിൽ അസാധാരണമായ സാഹചര്യങ്ങളൊന്നുമില്ലാതെ ജനിച്ച എനിക്ക് ഇത്രയൊക്കെ തന്നത് ആരാണ്? യാതൊരുവിധ കലാപാരമ്പര്യവുമില്ലാത്ത എന്നെ മഹാരഥന്മാർ തിടമ്പേറ്റിയ സിനിമയുടെ ഉത്സവപ്പറമ്പിലേക്ക് പറഞ്ഞു വിട്ടത് ആരാണ്? പൂർവ്വ ശിക്ഷണങ്ങളോ വഴികാട്ടികളോ ഒന്നുമില്ലാത്തതിനാൽ വീഴാതെ പിടിച്ചു നിൽക്കാൻ സഹായിച്ചുകൊണ്ട് എപ്പോഴും നിഴലുപോലെ കൂടെ നിൽക്കുന്ന അജ്ഞാത ശക്തി ഏതാണ്? അടുത്ത നിമിഷം എന്ത് ചെയ്യണമെന്നോ എങ്ങനെ ജീവിക്കണമെന്നോ നിശ്ചയമില്ലാത്ത, എഴുതി കയ്യിൽ കിട്ടുന്ന ഒരു രംഗം എങ്ങനെ അഭിനയിക്കണമെന്ന് ഇന്നും വലിയ പിടിയില്ലാത്ത എന്നെ ഞാൻ അറിയാതെ അതിനൊക്കെ പ്രാപ്തനാക്കുന്നത് ഏത് ശക്തിയാണ്? ആലോചിക്കുമ്പോൾ ഒരു പിടിയും കിട്ടുന്നില്ല. സിനിമാ നടൻ ആയില്ലെങ്കിൽ ഞാൻ ആരാകുമായിരുന്നു? എത്രയോ തവണ ഇക്കാര്യം ഞാൻ ആലോചിച്ചതാണ്. ഇപ്പോഴും എനിക്കതിന് കൃത്യമായ ഒരു ഉത്തരമില്ല. സത്യം പറഞ്ഞാൽ സിനിമാ നടനാവാൻ പോലും ഞാൻ ആഗ്രഹിച്ചതല്ല. അത്ര വലിയ സിനിമാ ഭ്രാന്തനോ നന്നായി പഠിക്കുന്ന കുട്ടിയോ ഭാവിയെക്കുറിച്ച് സ്വപ്നങ്ങൾ നെയ്ത ഒരാളോ ഒന്നുമായിരുന്നില്ല ഞാൻ. അഭിനയിക്കാൻ പുതുമുഖങ്ങളെ തേടിയുള്ള പരസ്യം കണ്ടെത്തിയും അതിലേക്ക് എൻ്റെ അപേക്ഷ തയ്യാറാക്കിയതും അയച്ചതും എല്ലാം എൻ്റെ സുഹൃത്തുക്കളാണ്. പോസ്റ്റ് ഓഫീസിൽ വെച്ച് ചില്ലറ ചോദിച്ചതിൽ പ്രതിഷേധിച്ച് ഞാൻ അയക്കാതെ സ്കൂട്ടറിൽ വെച്ചിരുന്ന ആ അപേക്ഷ അവർ കണ്ടെത്തി അയക്കുകയായിരുന്നു. ആ ഇന്റർവ്യൂവിൽ ഫാസിൽ എന്താണ് എന്നിൽ കണ്ട ഗുണം എന്നും എനിക്കറിയില്ല. അതിന് കാരണക്കാരായ എൻ്റെ സുഹൃത്തുക്കളോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. എൻ്റെ അനാകർഷമായ ശരീരത്തിലും മുഖത്തിലും നോക്കി ഒരു നടനുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ ഫാസിലിന്, എൻ്റെ പാച്ചിക്കായ്ക്ക് എത്ര നന്ദി ഞാൻ പറയണം. 3.5 പതിറ്റാണ്ടിലധികം ഒരേ മേഖലയിൽ ഒരേ വഴിയിൽ സഞ്ചരിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് കല പോലുള്ള മത്സരാധിഷ്ഠിതമായ മേഖലയിൽ. എൻ്റെ സ്വന്തം പ്രയത്നം കൊണ്ടാണ് ഞാൻ ഈ മേഖലയിൽ മേൽവിലാസം ഉണ്ടാക്കിയതും അത് നിലനിർത്തിയതും എന്ന് പലരും പറയുന്നത് കേൾക്കാറുണ്ട്. അത് എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല. എൻ്റെ കാര്യത്തിൽ ശരിയല്ല. എത്രയോ മനുഷ്യരുടെ കൈകൾ ചേർന്നാണ് എന്നെ ഇന്ന് ഞാൻ നിൽക്കുന്ന ഉയരങ്ങളിലേക്ക് എത്തിച്ചത്.